എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു റിഫ്രഷിംഗ് എപ്പിസോഡാണ് കേട്ടോ. ഈ ചൂടില് നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ കൂളാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഒരു റിഫ്രഷിംഗ് ലെമൺ ഡ്രിങ്ക്. ഉണ്ടാക്കാൻ സിമ്പിളും എന്നാൽ ഉടുക്കത്തെ ടേസ്റ്റും ആണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യത്തിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, വീണ്ടും നിങ്ങൾ പിന്നെ ഇങ്ങനെ കുടിക്കുള്ളൂ. ഉണ്ടാക്കി കൊടുക്കുന്നവരും പറയും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണത് നമ്മുടെ നാരങ്ങയുടെ തൊലി ചെത്തി കൊടുക്കുക. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് ഒരു നാരങ്ങ എന്നുള്ള കണക്കിന് വേണം നാരങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ നാരങ്ങ നമ്മൾ നന്നായിട്ട് ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് ജ്യൂസ് ആക്കാം. ഓക്കെ, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഒരു 4 കട്ട് ചെയ്യാണ്. നമ്മുടെ നാരങ്ങ പീസസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ജ്യൂസറിലോട്ട് നിങ്ങൾക്ക് മിക്സി വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്യാം, ജ്യൂസർ വേണമെങ്കിൽ ജ്യൂസർ യൂസ് ചെയ്യാം. എന്തായാലും അരിക്കണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് അരിക്കാം. ആ ഫൈബറോടെ കുടിക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മുടെ ജ്യൂസർ എടുക്കുക, അതിലോട്ട് നമ്മുടെ നാരങ്ങയുടെ പീസസ് ഞാനിവിടെ ഒരു നാരങ്ങയ്ക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതുപോലെയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 2 നാരങ്ങ എടുത്തിട്ടുള്ളത് കൊണ്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി, ഇനി നമുക്ക് വേണ്ടിയ പഞ്ചസാര, ഷുഗർ നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നാരങ്ങ വെള്ളത്തിന്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടിയ സാധനം ഐസ് ക്യൂബ്. അങ്ങനെ ഞാൻ 4 ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഇപ്പം 2 ഗ്ലാസ് നാരങ്ങ വെള്ളത്തിനായോണ്ട് ഞാൻ ഇതിന് ഫുൾ ജാറ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഇതിന് ഫുൾ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതിനെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. കാരണം നമുക്ക് വെള്ളമാണല്ലോ വേണ്ടിയേ, അപ്പൊ അരിച്ചെടുക്കാൻ പോവാണ്. നല്ല അടിപൊളി നാരങ്ങ വെള്ളം കേട്ടോ, സൂപ്പറാണ്. മാറ്റണം, ഞാൻ അപ്പൊ ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിന്റെ ആ നീരൊക്കെ വരണം കേട്ടോ, പിഷറ് മാത്രമേ പോകാവുള്ളൂ.
ഒരു നമ്മുടെ ഗ്ലാസസിലോട്ട്, സെർവിങ് ഗ്ലാസസിലോട്ട് ഞാൻ മാറ്റുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഐസ് ആഡ് ചെയ്ത് കൊടുക്കാം, ഐസ് ക്യൂബ്സ്.